10 വർഷമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷം എന്താണ് അടുത്ത 5 വർഷം കേരളത്തിന് വേണ്ടി വിഭാവനം ചെയ്യുന്നത്? LDFന്റെ പ്രകടന പത്രികയുടെ പ്രകാശനം അല്പസമയത്തിനകമാണ്. CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് പ്രകാശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള LDF നേതാക്കൾ ഒരുമിച്ച് ചേർന്നാണ് പ്രകാശനം ചെയ്യുക. ഈ പറഞ്ഞതുപോലെ 10 വർഷക്കാലം ഭരിച്ച ഒരു സർക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ മുന്നോട്ട് വെച്ച ക്ഷേമ പദ്ധതികളുടെയൊക്കെ തുടർച്ച ആ വാഗ്ദാനങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം. അതല്ലാതെ മറ്റെന്തൊക്കെ പുത്തൻ വാഗ്ദാനങ്ങൾ ഇടതുപക്ഷം കേരളത്തിന് മുന്നിലേക്ക് വെക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. KV രാഹുൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, എപ്പോഴാണ് ഈ പ്രഖ്യാപനം? ആര്യ, LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം തന്നെ എത്തും. അദ്ദേഹം ഇത് പ്രകടന പത്രിക പ്രകാശനം ചെയ്യുകയും ചെയ്യും. ഏതായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്തൊക്കെ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെ പുതുതായി പ്രകടന പത്രികയിൽ ഇടം പിടിക്കും എന്നത് തന്നെയാണ്. ഏതായാലും ആദ്യമേ ഉണ്ടാവുക ഈ രണ്ട് തുടർഭരണം പൂർത്തിയാക്കുന്ന സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കും. അതിനുശേഷമാണ് പ്രകടന പത്രിക അവതരിപ്പിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏതായാലും നമുക്ക് നേതാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് സഖാവേ, LDF കൺവീനർ ഉൾപ്പെടെ LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇതിനകം തന്നെ ഇവിടെ ഈ പരിപാടി നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. തുടർഭരണം, 3ാം തവണയും ഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ളൊരു പ്രകടന പത്രികയാണ് LDF അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ, സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന രീതിയിൽ, അവരെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ എന്തൊക്കെ ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തിയാണ് പ്രകടന പത്രിക അവതരിപ്പിക്കുക എന്നത് തന്നെയാണ്. ഒപ്പം UDFന്റെ പ്രകടന പത്രികയും അതിൻ്റെ അവതരണവും പ്രകാശനവും ഇന്ന് തന്നെയാണ് കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ രണ്ടും തമ്മിലുള്ളൊരു താരതമ്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകും എന്ന ഏതായാലും ഉറ്റുനോക്കുക തന്നെയാണ്. നമുക്ക് കൺവീനർ ഉണ്ട്, പ്രതികരണം നോക്കാം. ഏതായാലും അദ്ദേഹം നിലവിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല. കാരണം തിരക്കിലാണ്. നേതാക്കന്മാരൊക്കെ ഒരുമിച്ച് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുക കൂടിയാണ്. അപ്പോൾ തന്നെ RJDയുടെ നേതാക്കളുണ്ട്, MV ശ്രേയംസ് കുമാർ അടക്കമുള്ള നേതാക്കൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തും. അദ്ദേഹം പ്രകടന പത്രിക അവതരിപ്പിക്കുകയും ചെയ്യും. മന്ത്രിയും ഒപ്പം എലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ AK ശശീന്ദ്രനുണ്ട്. എല്ലാവരും, രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് പ്രകടന പത്രികയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നറിയാൻ വേണ്ടി. ആ ഒരു ആകാംക്ഷയിലാണ്. അവരുടെ ആകാംക്ഷ അർത്ഥവത്താക്കും. കാരണം ജനങ്ങൾ LDFിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ മാത്രം വകയുള്ള ഏക മുന്നണി LDF ആണ് എന്നാണ് പരോക്ഷമായി അത് സൂചിപ്പിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. ക്ഷേമ പദ്ധതികൾ ഒരുപാടുണ്ടാവുമോ? പ്രഖ്യാപനങ്ങൾ ഇനി ഏതാനും മിനിറ്റുകൾ കാത്തിരുന്നാൽ പോരെ? നമ്മളൊരു രഹസ്യം വെളിവാക്കാൻ പാടുണ്ടോ? ആകാംക്ഷ ഇല്ലാതായി പോയില്ല അന്നേരം. അപ്പോൾ ആകാംക്ഷ അങ്ങനെ തന്നെ നിലനിർത്തി അവരെ മുമ്പിൽ മുഖ്യമന്ത്രിയും LDF കൺവീനറും അത് പറയുമ്പോഴല്ലേ അതിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. നേരിട്ടങ്ങ് അവതരിപ്പിക്കുക അല്ലേ? അതല്ല, അങ്ങനെ വേണോ? ഏതായാലും ജനങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയുന്നതും ജനങ്ങൾക്ക് ആശ്വാസം പകരുന്നതുമായ ഒരു പ്രകടന പത്രികയായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രകാശിപ്പിക്കുക. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കൂടി ജനങ്ങളിലേക്ക് വരികയാണല്ലോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും പറയും? അല്ല, അവർ വരട്ടെ. എന്തിനാ നമ്മളിങ്ങനെ സർക്കാർ 10 വർഷം പൂർത്തിയാക്കുന്നതുകൊണ്ട് അത് ഇതുവരെ കൈവരിച്ച നേട്ടങ്ങളുടെ ഒരു ലഘുവായ ഒരു ചിത്രം അതിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് നിരവധിയല്ലേ. നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള 500-ലധികം 1000-ലധികം കാര്യങ്ങളെല്ലാം ഓരോ വർഷവും നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ടല്ലോ. UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി ശ്രദ്ധിച്ചിരുന്നോ? അതിന് മുകളിൽ പോകുന്ന പദ്ധതികൾ ഉണ്ടാകുമോ? അതേതായാലും പിന്നെ ആ രേഖ നോക്കിയല്ലല്ലോ ഞങ്ങൾ രേഖ ഉണ്ടാക്കിയത്. നേരത്തെ KSRTC ഗതാഗത മന്ത്രിയായിരുന്ന ആളാണ്. എന്തൊക്കെയാണ് LDF ഇടതുപക്ഷം അടുത്ത 5 വർഷം കേരളത്തിന് വേണ്ടി കാണുന്ന സ്വപ്നങ്ങൾ, കാണുന്ന പദ്ധതികൾ, കാണുന്ന ലക്ഷ്യങ്ങൾ? അത് നമുക്കറിയാൻ ഇനി അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്.